Hey, hello everyone, welcome back to my channel. So, എല്ലാ ബോട്ടിൽ ലവേഴ്സിനും ഇന്നൊരു ബോട്ടിൽ ആർട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഈ ബോട്ടിൽ ആർട്ടിന് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താ അറിയോ, ഇതിന് വേണ്ടുന്ന ഒരു മെറ്റീരിയലും കൂടി നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ക്ലേ ടൈപ്പ് ഒരു മെറ്റീരിയൽ ഉണ്ടാക്കിയിട്ട് പെട്ടെന്നൊന്നും കേടുവരാത്തൊരു മെറ്റീരിയലാണ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനാദ്യം തന്നെ വേണ്ടത് ഒരു ക്ലീൻ ചെയ്തിട്ടുള്ള ബോട്ടിലാണ്. അപ്പോൾ അത് റെഡി ഫെവിക്കോളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഫെവിക്കോളോ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂവോ ഏതാണോ നിങ്ങളുടെ ചോയ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം, നോ പ്രോബ്ലം. അപ്പോൾ അത് ഞാൻ 2 സ്പൂൺ എടുക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ അത്ര ഒരു ക്ലേയുടെ തിക്നെസ് ഇതിനുണ്ടാവില്ല. അത് ഞാൻ ആദ്യം പറയുകയാണ്, ഇത് ക്ലേ പോലെ തിക്കാക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയൊരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. നമ്മൾ യൂസ് ചെയ്യുന്ന പേസ്റ്റില്ലേ, നോർമൽ ടൂത്ത് പേസ്റ്റ്, ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത്ര തിക്കല്ല, ഇച്ചിരി കൂടെ ലൂസായിട്ട്. അപ്പം നമ്മൾ ജെസ്സോനേക്കാളും തിക്കാവണം. ഓക്കെ, നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിരുന്നു ജെസ്സോ. അപ്പോൾ ജെസ്സോയുടെ വീഡിയോ ആരെയും കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, ആ വീഡിയോ പോയി കാണുക, പൗഡർ വെച്ചിട്ട് എങ്ങനെയാണ് ജെസ്സോ ചെയ്യുക എന്നുള്ളതിൻ്റെ. അപ്പം നിങ്ങൾക്ക് ഏതാണ്ടൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനേക്കാളും നമ്മൾ ഇച്ചിരി കൂടെ തിക്കാക്കാൻ വേണം. ഓക്കെ, സോ നമ്മൾ ഈ ഫെവിക്കോളിൻ്റെ അകത്ത് 2 സ്പൂൺ ഫെവിക്കോളിൻ്റെ അകത്ത് നമുക്ക് ഈ ടാൽക്കം പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏതാണ്ട് ഒരു 10 സ്പൂൺസോളം ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, വെള്ളം ആവശ്യമില്ല. നിങ്ങൾക്ക് ഒത്തിരി ടൈറ്റായിപ്പോയി, നിങ്ങൾക്കിത് ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഫെവിക്കോളിൽ തന്നെ ആവശ്യത്തിൽ വെള്ളമുണ്ട്. അപ്പം പിന്നെ നമുക്കിത് ഇത്തിരി തിക്കായിട്ടാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറച്ച് ആഡ് ചെയ്യുക. വേണമെങ്കിൽ ഒരു 1/4 സ്പൂണോ അത്രയൊക്കെ ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പാകം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിത് ബ്രഷ് വെച്ചിട്ട് പെയിൻറ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. എന്നാൽ ഇത് നമ്മളുടെ ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആവരുത്, എല്ലാം കൂടെ കുത്തി ഒലിച്ച് പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു പാകത്തിലേക്ക് ആവശ്യത്തിന് പൗഡറും ഫെവിക്കോളും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ കൺസിസ്റ്റൻസി കണ്ടല്ലോ, ഇതിനേക്കാൾ ഇച്ചിരി കൂടെ തിക്കായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് അടുത്തതായിട്ട് ബോട്ടിലിനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്ത ബോട്ടിലിൻ്റെ മേലെ ഞാനിപ്പോൾ ഒരു സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം ഞാനൊന്ന് സെൻറ്ററിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. അതേപോലെ മേലെയും കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ വലിയ വീതിയുള്ള സെല്ലോ ടേപ്പ് ആയതുകൊണ്ട് ഞാനിതിനെ കട്ട് ചെയ്തിട്ട് ചെറുതാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഫുൾ ബോട്ടിൽ സെല്ലോ ടേപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ഈ ഒരു ക്ലേ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് കട്ട് ചെയ്തിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെറുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. സെപ്പറേറ്റ് ചെയ്യണം നിർബന്ധമില്ല, ഫുൾ ബോട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ കംപ്ലീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 സൈഡ്സിലും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ വെറും ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. അപ്പം അതിന് ശേഷം ഒട്ടിക്കലൊക്കെ ഡിസൈനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനൊരു ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്ത് ചെയ്യാം, കൈ വെച്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇച്ചിരി ലൂസാണല്ലോ, നമ്മളുടെ അത് കുറച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അത് കണ്ടില്ലേ, ഈ ഒരു തിക്കായിട്ട് കിട്ടണം, ഓവർ ലൂസായി പോകാൻ പാടില്ല കേട്ടോ. ഈ ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസി, അതായത് നമ്മളുടെ ടൂത്ത് പേസ്റ്റിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. എന്നാൽ മാത്രമേ ഇതേപോലെ ഇരുന്ന് പെയിൻറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം ഓരോ ലെയർ ബൈ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് ഇട്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല, അതവിടെ നിന്നോളും. അപ്പം നമുക്ക് കംപ്ലീറ്റ് ബോട്ടിലിൽ സെയിം പോലെ ചെയ്തു.
and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ക്ലേയുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക മറന്നു പോകരുത്. ആൻഡ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് താഴത്തെ റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.